ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരു ഇൻഫർമേഷനായിട്ട് വന്നതാണ്. മറ്റൊന്നല്ല, കാരണം വെച്ചാൽ ഇവിടെ കുവൈത്തിൽ വർക്ക് ചെയ്യുന്ന, കുവൈത്തിൽ എന്നല്ല ഗൾഫ് കൺട്രിയിലെല്ലായിടത്തും, എവിടെയായാലും നാട്ടിലായാലും എവിടെയായാലും ഗൾഫ് കൺട്രിയിലായാലും വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ഞാനൊന്ന് എൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ ഞാനിവിടെ കുവൈത്തിൽ വന്നപാടെ തന്നെ തണുപ്പാണ്. ഇപ്പോൾ ഒരു 3 മാസം മുമ്പാണ് വന്നിന്. അപ്പോൾ തണുപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ തണുപ്പ്, എന്നാലും തണുപ്പ് തന്നെയാണ്. ഇപ്പോൾ മോശമില്ലാത്ത തണുപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്നല്ല ഇവിടുത്തെ തണുപ്പ്, തണുപ്പ് നല്ല തണുപ്പാണ്. ഇപ്പോൾ ചൂട് തുടങ്ങിയ ടൈം ഇതുപോലെ തന്നെ ഞാൻ അവൻ്റെ അടുത്ത് വരാം, അവന് ഇതേ വാക്ക പറഞ്ഞത്. ഇതിപ്പോൾ ചൂടൊന്നുമല്ല, ചൂടായ ചൂട് തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ഇത് എനിക്ക് മനസ്സിലായത്, ഇവിടെ ഇത്രയും ചൂടുണ്ട് എന്നുള്ളത്. ഈ ഇടയ്ക്ക് ന്യൂസിലും വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ ലൈറ്റർ കാര്യങ്ങൾ, ഇങ്ങനെ ഗ്യാസുള്ള കാര്യങ്ങളൊന്നും വണ്ടിയിൽ വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഞാൻ ഈ ക്ലൈമറ്റ് കാണിച്ചു തരാം. ഇപ്പോൾ കുറേ ചേഞ്ച് ആയിട്ടുണ്ട് ആ ക്ലൈമറ്റ് ഇവിടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോയെന്ന് അറിയില്ല, വീഡിയോയിൽ ഒരു കാണുന്നുണ്ട്, ഈ മൊത്തത്തിലൊരു കാപ്പി പിടിച്ച പോലെ ആയിട്ട് കാണുന്നില്ല, ഇങ്ങനെ ആയിട്ട്. ഇതെല്ലോ ഇവിടുത്തെ പൊടിക്കാറ്റാണ്, നല്ല പൊടിക്കാറ്റും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഉള്ളത്. ഒരാണ്ട് ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. വണ്ടിയിൽ എ സി ഇട്ട് കഴിഞ്ഞാലൊന്നും ഒരു ഇത് സമാധാനം കിട്ടൂല വണ്ടിയിലൊന്നും. അമ്മാതിരി ചൂടാണ് ഇവിടെ ഉള്ളത്. ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. ഇതിപ്പോൾ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് ലെവലായിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ വണ്ടിയിൽ ആയിക്കൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റ്. ഇനി വേറൊരു ടൈമിനാണ് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് വരുമ്പോൾ, ഈ ഒരു ചേഞ്ച് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം കാര്യങ്ങൾ. ഇപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ ന്യൂസിലെല്ലാം മാക്സിമം ആരും തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മറ്റേ വണ്ടിൻ്റെ ഉള്ളിൽ ഈ ഗ്യാസ് ലൈറ്റർ, പിന്നെ അതിൽ ഈ ഗ്യാസുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നും വണ്ടിയിൽ വെക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി ആണെങ്കിൽ വെച്ചിട്ട് പോകുന്നു, വണ്ടി ആണെങ്കിൽ വെച്ച് പോയാണെങ്കിൽ നല്ല ചൂടിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇരിക്കാൻ കഴിയില്ല. ചൂടുള്ള ടൈം നമ്മൾ പോയിട്ട് വണ്ടി ഓപ്പൺ ആക്കിയിട്ട് കയറുമ്പോൾ ഇത് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ ഈ ഗ്യാസ് ഇങ്ങനത്തെ സാധനങ്ങളുണ്ടെങ്കിൽ ഈ ചൂടിൽ പൊട്ടിത്തെറിച്ച് വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് കത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി കത്തിയിട്ട് മൊത്തത്തിൽ അറിയാമല്ലോ എന്താണെന്നുള്ളത് അവസ്ഥ. മൊത്തത്തിൽ അങ്ങനെ വണ്ടി കത്തും. അപ്പോൾ പ്രശ്നമുള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, നമ്മൾ വണ്ടിയിൽ എപ്പോൾ കരുതി വെക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ എന്താണ് എപ്പം കരുതി വെക്കണം. കാരണം വെച്ചാൽ നമുക്ക് വെള്ളമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. വണ്ടിൻ്റെ ഉള്ളിൽ ഈ ചൂടിന് നമുക്ക് എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങൾ. നമ്മൾ നാട്ടിലെല്ലാവരും ഫാമിലിക്ക് വേണ്ടി വന്നതല്ലേ. അപ്പോൾ നമ്മൾ നല്ലോണം വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയെടുക്കാനും എന്തിനായാലും കഴിയും. കാരണം വെച്ചാൽ ഇവിടെ എൻ്റെ കൂട്ടുകാരിങ്ങനെ പറഞ്ഞാൽ ഇത്ര ഞാൻ ചൂട് പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ കഫീലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ചൂടാണ് ഇനിയിപ്പം വരാൻ പോകുന്നത്. ഇതിപ്പം ജൂൺ ജൂലൈയിൽ ഭയങ്കര ചൂടായിരിക്കും പോലെ. അപ്പോൾ ഏകദേശം കുവൈത്തുകളിൽ ഉള്ളവരൊക്കെ ഏകദേശം ഇത് പുറത്തേക്ക് പോകും. ആ ടൈമിൽ സ്കൂളിങ് വെക്കേഷനാണ്. അപ്പോൾ ഏകദേശം ആൾക്കാരെല്ലാം തണുപ്പെല്ലാം കിട്ടുന്ന ഏരിയ നോക്കിയിട്ട് പോകുമെന്ന് പറയുന്നേക്കാം. അവരിപ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഈ ഒരു ഇൻഫർമേഷനായിട്ട് വന്നതാണ്, വേറെ ഒന്നല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുവൈത്ത് എന്നല്ല, ഏത് കൺട്രിയിലുള്ള ഗൾഫ് കൺട്രിയിലുള്ള എല്ലാവരും ഈ ചൂട് ഇപ്പോൾ ഭയങ്കരമായിട്ട് അധികരിച്ച ടൈമായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോൾ സൂക്ഷിക്കുക. ഈ ലൈറ്റർ, ഇങ്ങനെയുള്ള ഗ്യാസുള്ള സാധനങ്ങൾ ഇതൊന്നും വണ്ടിയിൽ വെക്കാണ്ടിരിക്കുക. പിന്നെ അതുപോലെ എന്ന് പറയുമ്പോൾ വെള്ളം എപ്പം കരുതുക, എപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുക നല്ലോണം. അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് ഞാൻ വരാം, മറ്റൊരു വിഷയമായിട്ട്.